ഹലോ, ഇന്ന് ഞാനൊരു വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനെന്തെല്ലാം സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് പച്ചെണ്ണ, നല്ല ഫ്രഷായ പച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അത് കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റാം. ഇപ്പം ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പച്ചമുളകെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നല്ലപോലെ തൊളിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്ത് വെള്ളമെല്ലാം പോക്കി വെച്ചതാണ്. അതിനെ ഇതിലേക്കിട്ട് നല്ലപോലെ ആവണ്ട, ഒന്ന് കുക്കാവുന്നവരെ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചിയാണ് ചതച്ചതിടുന്നത്. 1 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതിടുന്നുണ്ട്. ഇപ്പം ഇഞ്ചിയും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇടണം. കടുക് പരിപ്പാണിത്, കടയിൽ നിന്ന് വാങ്ങിയതാണ് പാക്കറ്റ്. കടുക് പരിപ്പ് എന്ന് പറഞ്ഞാൽ കിട്ടും. അത് 2 ടീസ്പൂൺ ഇട്ട്, പിന്നെ ഉലുവപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ച ഉലുവയാണ്, വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയാണ്. അതൊരു 1/4 ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ കായപ്പൊടി 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയുടെ നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് ഓരോരുത്തർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഇത്രയും ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചച്ചൊയൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിക്കണം. ഒരു 1/4 കപ്പ് വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഞാനിതിലേക്ക്. നമ്മൾ ഇതുവരെ ഉപ്പിടാത്തതുകൊണ്ട് ഇനി ഒരു 2 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ആദ്യമേ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. ഇനി ഉപ്പിട്ട് ഇനി 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിൽ നിന്നൊക്കെ തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഉപ്പും പുളിപ്പും മധുരവും ഒക്കെയുള്ള ഒരു നല്ല വെളുത്തുള്ളീൻ്റെ അച്ചാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ. ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഓക്കേ, താങ്ക് യു.